പറഞ്ഞ പേരിൽ ഇറങ്ങിയോണ്ട് ദൈവത്തിന്റെ സിനിമയാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയല് നല്ല ത്രില്ലർ സിനിമയാണ്. കിടിലമാണ്, ത്രില്ലറാണ്, അടിപൊളി സിനിമയാണ്. ഞങ്ങൾ തന്നെ അതിന്റെ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ എട്ടിപ്പോയ കാര്യം. ഞങ്ങൾ ചെറുതായിട്ടാണ് അന്ന് ഇത് ആക്ട് ചെയ്ത് പോയത്. അപ്പൊ ഒരു ചെറിയ ഒരു പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ ചെറുതായിട്ട് കണ്ടപ്പോൾ തന്നെ അതിന്റെ ട്രെയിലർ കണക്കാ, അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇപ്പൊ തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ സിനിമ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ഫസ്റ്റ് നമുക്ക് വിഷ്ണു ചേട്ടന്റെ കഥകൾ പറയായിരുന്നു. കഥ പറഞ്ഞു തന്നിട്ട് വലിയ നടന്മാരുടെ പറഞ്ഞതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് തന്നെ അത് ചെയ്തു കഥയെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഭാവി ഇതൊക്കെയാണ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ ഭയങ്കര സന്തോഷമായി. മാളികപ്പുറമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല, ഇത് ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ സംഭവം. ഇത് ഇതുവരെ അയ്യപ്പന്റെ സിനിമ ഇറങ്ങിയ കണക്കല്ല. അയ്യപ്പന്റെ സിനിമ എന്ന് പറയുമ്പോ തന്നെ ഈ ആൾക്കാർ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആൾക്കാർ ആയിരിക്കും എന്താ പറയാ, ദൈവത്തിന്റെ സിനിമ എന്തിനു കാണുന്നത്, ഭക്തി ഇല്ലാത്തവർ കാണുമല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്റ്റോറി ഉണ്ട്, പക്ഷെ സിനിമ ത്രില്ലിംഗ് സിനിമയാണ്, അടിപൊളി സിനിമയാണ്. അയ്യപ്പന്റെ പേരുണ്ടെങ്കിലും മറ്റേ വിഷ്ണു ചേട്ടൻ പറയുന്ന ഇപ്പൊ ഇവൻ പറഞ്ഞ കണക്ക് നമ്മളിപ്പോ ഇത്രയും കുറെ കൊല്ലമായിട്ട് സിനിമ, ദൈവത്തിന്റെ സിനിമ ഇറങ്ങുന്നുണ്ട്. അത് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്, മാറ്റി ചിന്തിച്ച ഒരുപാടും. ഇപ്പൊ ഈ 2025 ഉള്ള ഒരാൾക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി പടവും. പ്രേക്ഷകരോട് എന്തെങ്കിലും രണ്ട് വാക്ക്? പ്രേക്ഷകരോട് പറയാനുള്ളത്, സിനിമ അടിപൊളി സിനിമയാണ്. പിന്നെ നമ്മളെ സാധാരണക്കാരെ ഇതിനൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്.